നമുക്ക് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് ലോ ഇങ്ങനെയാണ് പറയുന്നത്: റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ചേഞ്ചസ് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ് എന്നാണ്. ദെൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ലീനിയർ മൊമെൻറ്റം ആണ്, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ഇറ്റ് ആണ്. ദെൻ മൊമെൻറ്റം എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം. മൊമെൻറ്റം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മൊമെൻറ്റം നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ പി ആണ്. ദെൻ മൊമെൻറ്റം ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ആണ്. മാസിൻ്റെ വെലോസിറ്റി ഇതിൻ്റെ രണ്ടിൻ്റെ പ്രൊഡക്റ്റ് ആണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. ഇനി ഈ വെലോസിറ്റി നമ്മൾ കണ്ടിരുന്നു. നിങ്ങൾ വെക്റ്റർ പഠിച്ചു. വെലോസിറ്റി എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. കാരണം ഇതിന് ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ദെൻ വെലോസിറ്റി ഇവിടെ വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെലോസിറ്റിയെ നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റിയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അറിയാം. ഒരു ആരോ മാർക്ക് ഇതിൻ്റെ മുകളിലിടും. അല്ല എങ്കിൽ ബോൾഡ് ലെറ്ററിൽ എഴുതണം. നമുക്ക് ബോൾഡ് ലെറ്ററിൽ എഴുതാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ബോൾഡ് ലെറ്റർ കുറേ സമയം എടുക്കും അത് ബോൾഡ് ആക്കാൻ. സോ നമ്മുടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആരോ മാർക്ക് ചെയ്യുകയാണെന്നുള്ളത്. നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബോൾഡായിട്ട് നമ്മുടെ വെക്റ്റർ ക്വാണ്ടിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ യൂഷ്വലി റിട്ടൺ വർക്കിൽ ചെയ്യുന്നത് നമ്മുടെ വെക്റ്റർ ക്വാണ്ടിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്ന ആരോ മാർക്ക് ഇട്ടിട്ടാണ്. ദെൻ റൈറ്റ് സൈഡിൽ വി എന്ന് പറയുന്ന വെക്റ്റർ ക്വാണ്ടിറ്റി വന്നു. ദെൻ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? ഈ ലെഫ്റ്റ് സൈഡിലുള്ള ക്വാണ്ടിറ്റിയും വെക്റ്റർ ആയിരിക്കും. ദെൻ ഈ മൊമെൻറ്റം എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. ദെൻ വെക്റ്റർ പി ഇസ് ഈക്വൽ ടു എം വെക്റ്റർ വി എന്ന് പറഞ്ഞു. ദിസ് മൊമെൻറ്റം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റിയാണ്. ദെൻ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്ന മാസിൻ്റെ യൂണിറ്റ് നമുക്കറിയാം കിലോഗ്രാം ആണ്. ദെൻ വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദെൻ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ്. മൊമെൻറ്റം എന്ന് പറയുന്നത് ലീനിയർ മൊമെൻറ്റമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആംഗുലർ മൊമെൻറ്റം 7th ചാപ്റ്ററിൽ പഠിക്കും. ഇത് ലീനിയർ മൊമെൻറ്റം എന്ന് വെച്ചാൽ ഇത് സ്ട്രെയിറ്റ് ലൈൻ പാത്തിലുള്ള മൊമെൻറ്റമാണ്. ദെൻ ആംഗുലർ മൊമെൻറ്റം എന്ന് റൊട്ടേഷണൽ കേസിൽ വരുന്ന മൊമെൻറ്റം ആണ്. ദെൻ മൊമെൻറ്റം പി ഇസ് ഈക്വൽ ടു എം വെക്റ്റർ വി ആണ്. ദെൻ ഇതിൽ നമുക്ക് മൊമെൻറ്റം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റിയാണ്. അതായത് ഒരു ബോഡിക്ക് മാസും വെലോസിറ്റിയും ഉണ്ട്. ദെൻ രണ്ട് ബോഡീസ് എടുക്കുക. രണ്ട് ബോഡീസ് ഓഫ് മാസസ് m1 ആൻഡ് m2. അതിൻ്റെ വെലോസിറ്റീസ് v1 v2 ആണെന്ന് എടുക്കുക. സപ്പോസ് ഇതിൻ്റെ രണ്ടിൻ്റെ മൊമെൻറ്റം ഈക്വൽ ആണ്. ദാറ്റ് ഈസ് p1 ഈക്വൽ ടു p2 എന്നെടുത്തു. p1 ഈക്വൽ ടു p2 എന്ന് പറഞ്ഞാൽ p എന്ന് പറയുന്ന മാസ് ഇൻറ്റു വെലോസിറ്റി, ദാറ്റ് ഈസ് m1 v1 ആണ്. m1 v1 ഈക്വൽ ടു m2 v2 എന്ന് വരും. ദെൻ മൊമെൻറ്റം ഈക്വൽ ആണെങ്കിൽ ഇത് വെലോസിറ്റി v1 ഇത് വെലോസിറ്റി v2, m1 മാസ് m2 മാസ്. ഏതിനായിരിക്കും മാസ് കൂടുതലുള്ളത് നമുക്ക് നോക്കാം. ദെൻ m1 v1 ഈസ് ഈക്വൽ ടു m2 v2 ആണ് എങ്കിൽ എനിക്കിതിനെ ഇങ്ങനെ എഴുതാം. m1 ബൈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എഴുതുന്നതുപോലെ m2 ഈസ് ഈക്വൽ ടു v2 ബൈ v1 എന്ന് എഴുതാം. m1 ബൈ m2 ഈക്വൽ ടു v2 ബൈ v1 എന്ന് വരും. m1 ബൈ m2 ഈസ് ഈക്വൽ ടു v2 ബൈ v1. ദെൻ ഇതിന് ഏതിനായിരിക്കും വെലോസിറ്റി കൂടുതൽ? മാസ് കൂടുതലുള്ളതിനായിരിക്കുമോ മാസ് കുറവുള്ളതിനായിരിക്കുമോ? ഇറ്റ് ഈസ് m1 ഗ്രേറ്റർ ദാൻ m2 ആണെങ്കിൽ എന്ത് സംഭവിക്കും? m1 ഗ്രേറ്റർ ദാൻ m2 വന്നു. m1 ഗ്രേറ്റർ ദാൻ m2 എന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി കൂടി. ദാറ്റ് ഈസ് v2 ബൈ v1 എന്ത് ചെയ്യണം? കൂടണം. ദെൻ ഈ v2 ബൈ v1 കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ v1ൻ്റെ വാല്യൂ കുറഞ്ഞിരിക്കണം. ദാറ്റ് മീൻസ് വെലോസിറ്റി ഏതിനായിരിക്കും കൂടുതൽ? v2വിനായിരിക്കും. v2 ഗ്രേറ്റർ ദാൻ v1 ആയിരിക്കും. ദെൻ സെയിം മൊമെൻറ്റവും ഡിഫറെൻറ്റ് മാസുമാണ് എങ്കിൽ ഏതിനാണോ മാസ് കുറവ് അതിനായിരിക്കും വെലോസിറ്റി കൂടുതലുള്ളത്. മാസ് കൂടുതലുള്ളതിന് വെലോസിറ്റി കുറവും ആയിരിക്കും. ഇനി സെയിം വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ, സെയിം വെലോസിറ്റിയിലാണ് ബോഡീസ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ദെൻ സെയിം വെലോസിറ്റി ദാറ്റ് ഈസ് m1 m2 ഉണ്ട്. രണ്ടിൻ്റെ വെലോസിറ്റി സെയിം ആണ്. m1ൻ്റെ m2ൻ്റെ മാസ് ഡിഫറെൻ്റ് ആണ്, ബട്ട് വെലോസിറ്റി സെയിം ആണ്. ദെൻ നമുക്കറിയാം p1 p2 നമ്മൾ അതിൻ്റെ മൊമെൻറ്റം എടുത്തു. p1 p2
P1 is equal to അറിയാം m1 v ആണെന്നറിയാം. v1 അല്ല, നമ്മൾ സെയിം വെലോസിറ്റി ആണ് എടുത്തത്, അതുകൊണ്ട് v എടുത്തു. ദെൻ P2 is equal to m2 v ആയിരിക്കും. ദെൻ P1 is equal to m1 v വന്നു, P2 is equal to m2 v വന്നു. സെയിം വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നത്. സെയിം വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഏതിനായിരിക്കും മൊമെൻറ്റം കൂടുതലുള്ളതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇത് രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് എന്ത് സംഭവിക്കും, v ക്യാൻസലായി. ദെൻ P1 by P2 is equal to m1 by m2 എന്ന് വരും. P1 by P2 equal to m1 by m2 എന്ന് വന്നു. ദാറ്റ് ഈസ് P1 momentum of first one, P2 momentum of second one, m1 mass of first one, m2 mass of second one. Then P1 greater ആണെങ്കിൽ നമുക്കറിയാം P1 greater than P2 ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. ഇതിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കണം, ഇത് കുറയണം അല്ലേ. ദെൻ സെയിം വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടെ P1 കൂടി വന്നു, ദെൻ m1 ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും, കൂടും. m2 കുറഞ്ഞാൽ മാത്രമേ ഈ വാല്യൂ നമുക്ക് ഗ്രേറ്റർ ദാൻ 1 കിട്ടത്തുള്ളൂ. ദെൻ m1 എന്തായി, കൂടി. ദെൻ P1 ഗ്രേറ്റർ ദാൻ P2 ആണ് എങ്കിൽ m1 ഗ്രേറ്റർ ദാൻ m2 ആയിരിക്കും. ഏത് കേസിൽ, വെലോസിറ്റി സെയിം ആണ് എങ്കിൽ, v സെയിം ആണ് എങ്കിൽ P1 ഗ്രേറ്റർ ദാൻ P2 ആണെങ്കിൽ m1 ഗ്രേറ്റർ ദാൻ m2 ആയിരിക്കും വരിക. ഇനി ഈ മൊമെൻറ്റത്തിൻ്റെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് നമുക്കറിയാം. ഇത് മാസും വെലോസിറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കേസുകൾ. നമുക്ക് ബുള്ളറ്റിൻ്റെ കേസ് അറിയാം. ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്രാം മാത്രമുള്ള ഒരു ഒബ്ജക്റ്റാണ്. അത് വെറുതെ നമ്മൾ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഒരു ഗ്രാമം കുറച്ച് വെലോസിറ്റിയിൽ എറിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് അവിടെ എവിടെയെങ്കിലും സ്ട്രൈക്ക് ചെയ്ത് നമുക്ക് ചെറിയൊരു വേദന ഉണ്ടാവത്തേ ഉള്ളൂ. ബട്ട് അതൊരു ഗണ്ണിൽ നിന്നാണ് വരുന്നതെങ്കിലോ, ഒരു ഗണ്ണിൽ നിന്ന് കുറേ വെലോസിറ്റിയിലാണ് അത് വരിക. ആ ബുള്ളറ്റ് എന്ത് ചെയ്യും, ഒരാളെ കൊല്ലാനുള്ള ഒരു കഴിവ് അതിനുണ്ട്. ദാറ്റ് മീൻസ് മാസ് അതിന് ചെറുതാണ്, ബട്ട് വെലോസിറ്റി ഒത്തിരി കൂടുതലാണ്. ദെൻ വെലോസിറ്റി കൂടുമ്പോൾ എന്തായിരിക്കും, അവൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ദെൻ മൊമെൻറ്റം എന്തായി, അവിടെ കൂടി. ഇനി നമുക്കറിയാം വലിയ ഒരു ബസ്സും ഒരു ചെറിയൊരു കാറും ഒരേ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാലും വലിയ ബസ്സിനായിരിക്കും അതായത് വെഹിക്കിൾ മാസ് അവിടെ കൂടി, അതിനായിരിക്കും മൊമെൻറ്റം കൂടുതൽ ഉള്ളത്. ഇതാണ് നമ്മുടെ മൊമെൻറ്റം എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. ദെൻ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ നമുക്ക് കാണാം. ദെൻ ന്യൂട്ടൻ്റെ ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടു. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്നാണ്. ദെൻ നമ്മളിവിടെ മാസ് m1 എന്നുള്ള ഒരു ഒബ്ജക്റ്റ്, വെലോസിറ്റി v1 എടുത്തു. അടുത്തതിൻ്റെ മാസ് m2 എടുത്തു, വെലോസിറ്റി v2 എടുത്തു. ദാറ്റ് മീൻസ് ദർ ഈസ് എ ചേഞ്ച് ഇൻ മൊമെൻറ്റം. ദെൻ നമ്മൾ കണ്ടിരുന്നു P1 മൈനസ് P2 ആണ് അതിൻ്റെ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് അറിയാം. ഇനി നമ്മൾ ഈ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം നമ്മൾ എടുക്കുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് m എടുത്തു. ഇത് v1 എന്നുള്ള വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നത്. ദെൻ v1 എന്ന അതേ ഒരേ ഒരു ഒബ്ജക്റ്റാണ് v1 എന്നുള്ള വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നു. ദെൻ ഇത് കുറച്ച് നേരം കഴിയുമ്പം അതിൻ്റെ വെലോസിറ്റി v2 ആയി. ദാറ്റ് ഈസ് ഇതിൻ്റെ ടൈം ഇവിടെ t1 എടുത്തു, ഇത് t2 എടുത്തു. t1 എന്നുള്ള സമയം അതായത് 5 സെക്കൻഡിൽ ഇതിൻ്റെ വെലോസിറ്റി v1 ആയിരുന്നു. ഒരു 10 സെക്കൻഡ് ആയപ്പോഴത്തേക്കും അതിൻ്റെ വെലോസിറ്റി v2 ആയി. ദാറ്റ് ഈസ് t2 എന്നുള്ള സമയത്ത്. ഇത് ഇനി ഉണ്ടാവാൻ കാരണം എന്താ, ഇവിടെ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, ഇതിൻ്റെ വെലോസിറ്റി കൂടത്തുള്ളൂ. അത് നമുക്കറിയാം. ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒബ്ജക്റ്റിൻ്റെ ഞാനിവിടെ പെട്ടെന്നൊന്ന് കൂടുതൽ പുഷ് ചെയ്തു, കൂടുതൽ ഫോഴ്സ് കൊടുത്തു. കൂടുതൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇതിൻ്റെ വെലോസിറ്റി കൂടും. ദെൻ വെലോസിറ്റി കൂടി, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി വന്നു. ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായി, ചേഞ്ച് ഇൻ മൊമെൻറ്റം വന്നു. ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്താ, ഒരു പർട്ടിക്കുലർ ടൈമിലാണ് അത് വന്നിരിക്കുന്നത്. ഇത് ഡിപ്പെൻഡിങ് ഓൺ ഏതിനെയാണ്, ഞാൻ കൊടുത്ത ഫോഴ്സിനെ. ഞാൻ കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ എന്ത് സംഭവിക്കും, ഇത് കൂടുതൽ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യും. ഇനി കുറച്ച് ഫോഴ്സ് കൊടുത്താൽ എന്ത് സംഭവിക്കും, ഇത് കുറച്ച് വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യും. അതായത് നമ്മുടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു സർക്കുലർ പാത്തിൽ ഒരു ബോഡി മൂവ് ചെയ്യുന്നു. അതായത് നമ്മുടെ എക്സാമ്പിൾ, നമ്മളൊരു കല്ലിൽ ഒരു കയറ് കെട്ടി അല്ലെങ്കിൽ ഒരു ത്രെഡ് കെട്ടിയിട്ട് നമ്മളിങ്ങനെ ചുറ്റുക. ഇതിങ്ങനെ ചുറ്റിക്കുമ്പോൾ
ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലായിരിക്കും അത് കറങ്ങുക. ഇനി കൂടുതൽ സ്പീഡിൽ കറങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കണം. കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇത് കൂടുതൽ സ്പീഡിൽ കറങ്ങത്തുള്ളൂ. ദെൻ അവിടെ എന്തായി? അതിൻ്റെ മൊമെൻറ്റം മാറുകയാണ് ചെയ്യുന്നത്. മാസ് സെയിം ആണ്, ബട്ട് എന്തായി? വെലോസിറ്റി മാറി. ഇവിടെ നമ്മൾ ഫസ്റ്റ് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസിലൊക്കെ 2 ഒബ്ജക്ട്സിനെയാണ് അവിടെ എടുത്തിരുന്നത്. ഇവിടെ എന്താ? ഒരു ഒബ്ജക്റ്റ് തന്നെ. ആ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിക്ക് മാറ്റമുണ്ടായി. വെലോസിറ്റിക്ക് മാറ്റമുണ്ടാവാൻ കാരണം എന്താ? നമ്മൾ കൊടുത്ത അപ്ലൈഡ് ഫോഴ്സ്. ഇനി ഇത് വെലോസിറ്റി v2 ആണ്. ഞാൻ പറഞ്ഞിരുന്നു ഈ ഡയറക്ഷനിലാണ് ഞാൻ അതിനെ പുഷ് ചെയ്തത് അല്ലെങ്കിൽ തള്ളിയത്. ദെൻ ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്പീഡ് വിത്ത് ഡയറക്ഷനാണ്. ഇത് ഏത് ഡയറക്ഷനിലായിരിക്കും പോവുക? ഈ ഡയറക്ഷനിലായിരിക്കും പോവുക. ഇനി ഇതിങ്ങനെ കറങ്ങുന്നതിന് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ഡയറക്ഷൻ ഞാൻ ഇങ്ങോട്ടാണ് ഇതിനെ കറക്കുന്നത്. ഞാൻ ഏത് ഡയറക്ഷനിലാണ് കറക്കുന്നത്? ഈ ഡയറക്ഷനിൽ. അതായത് ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ചേഞ്ച് ഇൻ മൊമെൻറ്റം എങ്ങോട്ടായിരിക്കും? ഏത് ഡയറക്ഷനിലാണോ അത് കൊടുത്തത് അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. ദെൻ നമുക്കിതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നോക്കാം. സെയിം ഒബ്ജക്റ്റ് തന്നെ, ബട്ട് അതിൻ്റെ വെലോസിറ്റി മാറി. ദെൻ P1ഉം ഇത് P2ഉം. ടൈം എന്തായി? T1 T2 ആയി. ഇതിന് കാരണം എന്താ? ഈ ഒരു അപ്ലൈഡ് ഫോഴ്സാണ്. ദെൻ ന്യൂട്ടൻ്റെ ലോ എങ്ങനെയാണ് പറയുന്നത്? ഈ അപ്ലൈഡ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. നിങ്ങൾ ഈ ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് എങ്ങനെയാണ്? P2 - P1 ഡിവൈഡഡ് ബൈ T2 - T1 എന്നാണ് പഠിച്ചിരുന്നത്. അപ്പം നമ്മൾ 11th നമ്മൾ ഇവിടെ ഈ ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിനും ടൈമിനും നമ്മൾ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യണം. നമ്മൾ ഡെറിവേറ്റീവ് എന്താണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ദെൻ ഈ ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് നമ്മൾ dP എന്നാണ് എഴുതുക. dP ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡിവൈഡഡ് ബൈ ഈ ടൈമിനെ നമ്മൾ dt എന്നെഴുതും. ടൈമിൻ്റെ വ്യത്യാസം. ദെൻ P2 - P1 ബൈ T2 - T1 ഇസ് ഈക്വൽ ടു അല്ല, ഇവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വരും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു dP ബൈ dt ആണ് വരുന്നത്. P എന്ന് പറയുന്ന മൊമെൻറ്റം, T എന്ന് പറയുന്ന ടൈം. ഡിയുടെ ഇവിടെ മീനിങ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ടൈം ആണ് വരിക. ദെൻ dP ബൈ dt വന്നു. ദെൻ ഇവിടെ ഒരു ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ ഉണ്ട്. ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി സിമ്പിളിനെ ഈക്വൽ സിമ്പിൾ കൊണ്ട് നമ്മൾ മാറ്റാൻ പറ്റും. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ? ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി സിമ്പിളിനെ മാറ്റി ഈക്വൽ സിമ്പിൾ ഇടാൻ പറ്റും. ദെൻ വി ഗെറ്റ് പറഞ്ഞിരുന്നു നമുക്ക് ഈക്വൽ സിമ്പിൾ കൊണ്ട് മാറ്റാം. ദെൻ വി ഗെറ്റ് F ഈസ് ഈക്വൽ ടു, ഇവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ ഈക്വൽ സിമ്പിൾ മാറ്റി ദെൻ ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എടുക്കുന്ന കോൺസ്റ്റൻറ്റ് ഞാൻ K എടുത്തു. K ഇൻറ്റു dP ബൈ dt എന്ന് വന്നു. ദെൻ F ഈസ് ഈക്വൽ ടു K ഇൻറ്റു dP ബൈ dt വന്നു. ഈ K എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ആണ്. ദെൻ എക്സ്പെരിമെൻറ്റ്സ് വെച്ചിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ Kയുടെ വാല്യൂ, ഈ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 1 ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്കിത് എഴുതാൻ പറ്റും. F ഈസ് ഈക്വൽ ടു dP ബൈ dt എന്ന് എഴുതാം. F ഈസ് ഈക്വൽ ടു dP ബൈ dt എന്നറിയാം. നമുക്കറിയാം ഈ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഞാൻ അതിനെ എന്ത് ചെയ്തു? ആരോ മാർക്ക് ഇട്ടു. P എന്ന് പറയുന്നൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. എഗെയിൻ ഞാനതിന് ആരോ മാർക്ക് ഇട്ടു. ദെൻ എന്തായി? ഇതാണ് നമ്മുടെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഓഫ് ന്യൂട്ടൺ സെക്കൻഡ് ലോ. വെക്റ്റർ F ഈസ് ഈക്വൽ ടു d വെക്റ്റർ P ബൈ dt എന്ന് വരും. ബട്ട് ഇത് വെച്ചിട്ട് നമുക്കിനി F ഈസ് ഈക്വൽ ടു dP ബൈ dt ആണ്. ബട്ട് ആക്ച്വലി സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. അത് എന്ന് പറയുന്ന ഇറ്റ് റിലേറ്റ്സ് ദ ഫോഴ്സ് ആൻഡ് ആക്സലറേഷൻ ഓഫ് ദി ബോഡി ആണ്. റിലേറ്റ്സ് ഫോഴ്സ് ആൻഡ് ആക്സലറേഷൻ ഓഫ് ദ ബോഡിയാണ്. അത് എന്താണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ P നമ്മൾ കണ്ടു എന്താണെന്നുള്ളത്. P എന്ന് പറയുന്നത് മൊമെൻറ്റം ആണ്. ഞാൻ ആ മൊമെൻറ്റത്തിന് പകരം ഇവിടെ mv എടുക്കുക. m വെക്റ്റർ v അതാണ് മൊമെൻറ്റം. ദെൻ m വെക്റ്റർ v ബൈ dt വരും. ഇനി ഞാൻ ഇതിനെ ഒന്ന് മാറ്റുവാണ്. ഇവിടെ m എന്ന് പറയുന്നത് മാറിയിട്ടില്ല. നമ്മൾ അവിടെ കണ്ടിരുന്നു എക്സാമ്പിളിൽ മാസ്, ആ ഒബ്ജക്റ്റിൻ്റെ മാസ് നമ്മൾ മാറ്റുന്നില്ല. ഏത് മാത്രമേ മാറ്റുന്നുള്ളൂ? വെലോസിറ്റി മാത്രമേ മാറ്റുന്നുള്ളൂ. ദെൻ വെലോസിറ്റി മാറ്റി. വെലോസിറ്റി എന്ന് പറയുന്നത് ദെൻ വെക്റ്റർ F ബൈ m ഇതിനെ ഞാൻ പുറത്തെടുക്കുക. ബിക്കോസ് ഇത് കോൺസ്റ്റൻറ്റ് ചേഞ്ച് ഏതിനാ? വെലോസിറ്റിക്കാണ്. ദെൻ ചേഞ്ച് ഞാൻ ആർക്ക് കൊടുക്കുന്നു? വെലോസിറ്റിക്ക് കൊടുക്കുന്നു. ചേഞ്ച് ഇല്ലാത്തത് ആരാ? മാസിനെ ഞാൻ ഇങ്ങോട്ട് എടുത്തു. ദെൻ ആർക്ക് ചേഞ്ച് കൊടുത്തു? വെലോസിറ്റിക്ക് ചേഞ്ച് കൊടുത്തു. അതുകൊണ്ട് dv എന്നെഴുതി. d വെക്റ്റർ b ഡിവൈഡ് ബൈ ടൈം മാറിയല്ലോ. ദെൻ ടൈം മാറി. T
ടി എന്ന് പറയുന്നത് ആരോ മാർക്ക് ഇടണോ? വേണ്ട. കാരണം എന്താ, ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഡി ടി എന്നുള്ളതിൻ്റെ മീനിങ് ചേഞ്ച് ഇൻ ടൈം ആണ്. ഇത് ചേഞ്ച് ഇൻ വെലോസിറ്റി. അതെ, വെക്ടർ എഫ് ഈസ് ഇക്വൽ ടു എം ഡി വെക്ടർ വി ബൈ ഡി ടി എന്ന് വന്നു. ഇനി ഇവിടെ നമ്മൾ ഡി വെക്ടർ വി ബൈ ഡി ടി എന്ന് കണ്ടു. ആക്ച്വലി ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്താ? നമ്മുടെ ആക്സലറേഷനാണ്. അതായത് ഇതിനെ നമ്മൾ എഴുതാം v2 മൈനസ് v1 എന്നാണ് എഴുതുന്നത്. v2 മൈനസ് v1 ബൈ ടി ടൈം. ദെൻ ഡി വെക്ടർ വി ബൈ ഡി ടി വരും. ദറ്റ് ഇസ് v2 മൈനസ് v1 ബൈ ടി വന്നു. ദെൻ ഈ ഡി വി ബൈ ഡി ടി ഓർ v2 മൈനസ് v1 ബൈ ടി എന്ന് പറയുന്ന ആക്സലറേഷനാണെന്ന് കണ്ടിരുന്നു. ആക്സലറേഷനെ ദെൻ ഡി വെക്ടർ വി ബൈ ഡി ടിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ആക്സലറേഷൻ കൊടുത്തു. ദെൻ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വെക്ടർ എഫ് ഇസ് ഈക്വൽ ടു എം ഡി വെക്ടർ വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എം വെക്ടർ എ. ഇതാണ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ്റെ ഇക്വേഷൻ. വെക്ടർ എഫ് ഇസ് ഈക്വൽ ടു എം വെക്ടർ എ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ്. വെക്ടർ എഫ് ഇസ് ഈക്വൽ ടു എം വെക്ടർ എ എന്ന് എഴുതാൻ പറ്റും. ദെൻ ഫോഴ്സ് റിലേറ്റ്സ് ഇത് ആക്സലറേഷൻ. അതാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പറയുന്നത്. വെക്ടർ എഫ് ഇസ് ഈക്വൽ ടു എം വെക്ടർ എ വന്നു. ഇനി ഈ ഫോഴ്സിൻ്റെ യൂണിറ്റ് നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം. ഫോഴ്സിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം. എം എന്ന് പറയുന്ന മാസ് കിലോഗ്രാം ആണ്. എം എന്നുള്ള മാസ് അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. കെ ജി എഴുതി. ആക്സലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതിന് എസ് ഐ യൂണിറ്റ് നമ്മൾ ന്യൂട്ടൺ എന്ന് എഴുതും. ദെൻ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ദെൻ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. എം എൽ ടി റേസ് ടു -2 ആണ് എന്ന് നമുക്കറിയാം. ദെൻ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടു. മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കണ്ടു. വെക്ടർ എഫ് ഇസ് ഇക്വൽ ടു എം വെക്ടർ എ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എടുക്കുന്നത് ഒരു മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് എം എടുത്തു. വെലോസിറ്റി അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് v1 v2 എടുത്തു. ദാറ്റ് ഇസ് ചേഞ്ച് ഇൻ മൊമെൻറ്റം വന്നു. ദെൻ എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം എടുത്തു. അതിൽ നിന്ന് നമ്മൾ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തു. എം വെക്ടർ എ ഇത് എന്ന് പറയുന്നത് ഡി വെക്ടർ പി ബൈ ഡി ടി, ഡി പി ബൈ ഡി ടി. ഇതിനെ ഡെറിവേറ്റീവ് എന്ന് വിളിക്കും. ഇത് നമ്മൾ ഡിഫറെൻറ്റ് ഇക്വേഷൻസ് പഠിക്കുന്നതാണ്. ഇത് ഡി വെക്ടർ പി ബൈ ഡി ടി എന്നുള്ളത് ഇതിന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ടൈം ആണ്. ഇതിനൊക്കെ മാത്സിൽ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. ഡെറിവേറ്റീവ്സ് കൂടുതൽ പഠിക്കുന്നതായിരിക്കും.